ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് എന്താണെന്നല്ലേ, അതെ, എനിക്ക് ഒരു നെയ്യപ്പം തിന്നണമെന്ന് വല്ലാത്തൊരാഗ്രഹം. എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിലിടാനേ ആദ്യം ഞാൻ അതൊന്ന് വറുത്തെടുക്കട്ടെ. ഓക്കെ, വന്നിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങാക്കൊത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന് 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളവും വെച്ചിട്ടുണ്ട്. ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം മാവിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് മാറ്റിയിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ശർക്കര ഉരുക്കാനുള്ളത് വയ്ക്കും. ശർക്കരയിൽ അപ്പം ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ മണ്ണെന്നുള്ള ശർക്കരയില്ല, എങ്കിലും നമുക്കൊന്ന് അരിക്കാം. അപ്പോഴേ ചൂടോടെ തന്നെ ഈ മാവിൽ ഒഴിക്കണം. അപ്പം ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന 1 കപ്പ് അരിപ്പൊടി, പിന്നെ അര കപ്പ് മൈദപ്പൊടി, ഒരു പിഞ്ചുപ്പ്, ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചുപ്പ്, ഒരുപാട് വേണ്ട, ഒരു പിഞ്ച് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, ഏലക്ക പൊടിച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം തികയാതെ വന്ന കുറച്ച് ചൂട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഗ്യാസ് ഞാനിത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ 2 സ്പൂൺ റവയും കൂടെ ഇതിലിട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നെയ്യോട് കൂടി അതിലങ്ങ് ഇട്ട് കൊടുക്കണേ. നെയ്യപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മാവേ ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് വലുത് വേണ്ട. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പൊന്നും ആയിട്ടില്ല, എങ്കിലും എൻ്റെ ആഗ്രഹത്തിന് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട്. നല്ല അടിപൊളി നെയ്യപ്പമല്ലേ. ഒരുപാട് ഷേപ്പും അങ്ങനെ ഒന്നും വന്നില്ലെങ്കിലും നെയ്യപ്പം തന്നെയാണല്ലോ. അതിൻ്റെ ടേസ്റ്റ് എല്ലാം, ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നാണല്ലോ. പിന്നെ ഷേപ്പ് വന്നില്ല. നമ്മളിപ്പോൾ കടയിൽ ഉണ്ടാക്കുന്ന പോലെയൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. തിന്നണമെന്ന് തോന്നി ഞാൻ ഉണ്ടാക്കി. നല്ല അടിപൊളി, നല്ല മുരുമരായിരിക്കുന്നത്. അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ണി നെയ്യപ്പം. അടിപൊളി. സൂപ്പർ. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.